ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വീടിൻ്റെ ഫ്രണ്ട് ഏരിയ നമ്മൾ ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് മെയിനായിട്ട് നമ്മൾ ലൈറ്റുകൾ കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഫ്രണ്ടിൽ വരുന്ന സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ നമ്മുടെ സെൻസറിൻ്റെയൊക്കെ താഴെയായിട്ട് സീലിങ്ങിൽ കൊടുക്കാവുന്ന ലൈറ്റ്സുകൾ വന്നിരിക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഒരു മെഷർമെൻറ്റ് ലെവലിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വൃത്തികേടായിരിക്കും എന്നുള്ള രീതി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആ കാണുന്ന സെൻസൈഡിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 ഫ്രണ്ടിൽ കൊടുത്തു, അപ്പുറത്തും ഇപ്പുറത്തും ഓരോന്ന് സെൻറ്ററിൽ വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ടൈൽ ഒട്ടിക്കുന്ന ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്ററിലും ഒരു പോയിന്റ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ നേരെ മുകളിലത്തെ ജനലിൻ്റെ 2 സൈഡിലും 2 ഫാൻസ് ലൈറ്റ്, താഴെ 2 ജനലിൻ്റെ താഴെ 2 ഫാൻസ് ലൈറ്റാണ് കൊടുത്തത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മുകളിലും താഴെയും ലൈറ്റ് ഒരേപോലെ വരുന്ന ഏരിയ ആണെങ്കിൽ ഒരേ ഹൈറ്റിൽ ഒരേ മെഷർമെൻറ്റിൽ തന്നെ കൊടുക്കണം. കാരണം ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ വരുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഷോ വാളുകൾ കൊടുക്കാറുണ്ട്. ഷോ വാളുകളിൽ നമുക്ക് എപ്പോഴും ഷോ വാൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കണേക്കാൾ ബെറ്റർ അവിടെ നമ്മളൊരു ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗണോ അല്ലെങ്കിൽ 4 സ്റ്റൈലിലേക്ക് വരുന്ന ലൈറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഏറ്റവും ടോപ്പിലായിട്ടും കൊടുത്തു. പിന്നെ നമ്മൾ സൺസൈഡുകളുടെ എല്ലാ അടിയിലായിട്ട് ഓവറായിട്ട് ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞു. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ 6 വാട്ട്, ഏറ്റവും നല്ലത് 3 വാട്ടാണ്. വാം വൈറ്റ്സ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3 വാട്ടിൻ്റെ ലൈറ്റുകൾ നമ്മൾ ഈ പറഞ്ഞ സെൻസൈഡിൻ്റെ താഴെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത്, സെൻസൈഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബോക്സ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ആ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്ന ബോക്സിൽ 1 വാട്ട് തൊട്ട് നമുക്ക് 6 വാട്ട് വരെ കൊടുക്കാവുന്ന ബോക്സുകളും കിട്ടും. ഇനി 15 വാട്ട് വയ്ക്കാവുന്നതും കിട്ടും. പക്ഷേ സെൻസൈഡിൻ്റെ ഫ്രണ്ടിലേക്ക് നേരത്തെ പറഞ്ഞാൽ 3 വാട്ടാണ് കുറച്ചുകൂടി നല്ലതായിട്ട് വരുന്നത്. ഇനി അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ചാനലിൽ കയറി നോക്കിക്കാൻ അറിയാൻ പറ്റും. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തേക്കാം, ആ ബോക്സ് കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇനി നമ്മൾ അകത്തേക്ക് കയറി സിറ്റ് ഔട്ടിലാണെങ്കിലും നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, 2 ലൈറ്റുകളാണ് സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓവറായിട്ട് സീലിംഗ് ലൈറ്റ് കൊടുത്താലും വൃത്തികേടാണ്. കറക്റ്റായിട്ട് ഒരു ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അതൊരു 4 കോർണറിൽ ചെറിയ ഏരിയകളിൽ ചെറിയ ലൈറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ 6 വാട്ട് കൊടുക്കാം. കാരണം അത്യാവശ്യം ഏരിയ ഉള്ളത് കൊണ്ട് നമുക്കൊരു 6 വാട്ടിൻ്റെ 4 ബൾബുകൾ, 4 സീലിംഗ് ലൈറ്റുകൾ കൊടുക്കാം. പിന്നെ നമ്മൾ വാളിൽ വരുന്ന ഏരിയ, ഇത് നമ്മളൊരു ഷോ വരുന്ന ഏരിയകളിലാണ്. വാളിൽ വരുന്ന ഏരിയകളിൽ സീലിംഗ് ലൈറ്റ് കൊടുക്കാം, സീലിംഗ് അല്ലെങ്കിൽ ഫാൻസി ലൈറ്റ് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ലിവിങ് ഏരിയ ആണെങ്കിലും ഡൈനിങ് ഏരിയ ആണെങ്കിലും വാം വൈറ്റ്സ് കൊടുക്കുന്നത്, ഫ്രണ്ട് ഏരിയ ആണെങ്കിലും വാം വൈറ്റ്സ് കൊടുക്കുക അല്ലെങ്കിൽ ന്യൂട്രൽ വൈറ്റ്സ് കൊടുക്കുക. ഇതാണ് നമ്മൾ കോമൺലി കൊടുക്കുന്ന ഏറ്റവും നല്ലത്. നമ്മൾ റൂമുകളിൽ നമുക്ക് വൈറ്റ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം റൂമുകളിൽ അത്യാവശ്യം ആവശ്യമുള്ളതുകൊണ്ട് വൈറ്റ് ലൈറ്റുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഫ്രണ്ട് ഏരിയകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ന്യൂട്രൽ വൈറ്റ് അല്ലെങ്കിൽ വാം വൈറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.